പ്രിന്റിംഗ് കംപ്ലീറ്റ് ആയതിനു ശേഷം അതൊരു റോളായിട്ട് മാറുന്നതാണ് ഇവിടെ. പാക്കിംഗ് മെറ്റീരിയൽ മാനുഫാക്ചറിംഗിലെ ഒരു ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രിന്റിംഗ് തന്നെയാണ്. പ്രിന്റിംഗ് പ്രോസസ്സാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് എവിടെ നിന്ന് തുടങ്ങുന്നു, എങ്ങനെ ഇത് പ്രിന്റ് ആവുന്നു എന്നുള്ളത് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒന്ന് വരൂ. ഒരു പ്രിന്റിങ്ങിന്റെ തുടക്കം എന്ന് പറയുന്നത് ഇതാണ്. ക്വാളിറ്റി ട്രീറ്റ്മെന്റ് ചെക്ക് ചെയ്തതിനു ശേഷം റോള് ലോഡ് ചെയ്യുന്നത് ഇവിടെയാണ്. പ്രിന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഇതുപോലെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് നമ്മൾ പർച്ചേസ് ചെയ്യുക. നമുക്ക് വരുന്ന റോ മെറ്റീരിയൽ ഇതുപോലെ 12 മൈക്രോണില് പ്ലെയിൻ റോൾ ആയിട്ടായിരിക്കും വരിക. അത് ക്വാളിറ്റി ചെക്ക് ചെയ്തതിനു ശേഷം മെഷീനിൽ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സെക്ഷൻ. അതിനുശേഷം ഇതുവഴി ഫസ്റ്റ് യൂണിറ്റ് ആയ ബ്ലാക്ക് കളറിലേക്കാണ് ഇതിന്റെ ഒരു എൻഡ് പോകുന്നത്. അപ്പൊ ഇതിൽ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് സിലിണ്ടർ. ഈ ഒരു കവറിൽ ബ്ലാക്ക് ഷെയ്ഡ് എവിടെയൊക്കെ ഉണ്ടോ, ബ്ലാക്ക് ഭാഗങ്ങൾ, അതായത് ലെറ്റർ ആകാം, ബാർകോഡ് ആകാം, അതുപോലെ ബ്ലാക്ക് ഈ പിക്ചറിൽ കാണിക്കുന്ന ബ്ലാക്ക് കളറിൽ എവിടെയൊക്കെ വരുന്നുണ്ടോ അതെല്ലാം ഈ ഒരു യൂണിറ്റിൽ നിന്നാണ് പ്രിന്റ് ആവുന്നത്. ഈ യൂണിറ്റിൽ നിന്ന് പ്രിന്റ് ആയതിനു ശേഷം ഇതൊരു ഹോട്ട് ചേമ്പറാണ്. ഹോട്ട് എയർ ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഹോട്ട് എയറിൽ പ്രൊഡ്യൂസ് ചെയ്തതിനു ശേഷം ഇതിൽ നിന്ന് ഈ ഒരു യൂണിറ്റിലേക്ക് എത്തുന്നതിന് മുമ്പ് വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ തന്നെ അത് ഡ്രൈ ആയി നമ്മൾ അടുത്ത കളർ പ്രിന്റ് ആവാനായിട്ട് അടുത്ത യൂണിറ്റിലേക്ക് പോകും. സെക്കൻഡ് യൂണിറ്റിൽ നമ്മൾ ബ്ലൂ കളറാണ് പ്രിന്റ് ചെയ്യുന്നത്. ബ്ലൂ കളർ പ്രിന്റ് ചെയ്യാനുള്ള സിലിണ്ടറാണ് അതിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. കൃത്യമായിട്ട് തന്നെ ഈ ഹോട്ട് ചേമ്പറിലൂടെ അടുത്ത യൂണിറ്റിലേക്ക് എത്തുമ്പോഴേക്കും ആ ഇങ്കും 100% ഡ്രൈ ആയിട്ടുണ്ടാവും. തേർഡ് യൂണിറ്റ് ഗോൾഡ് കളറാണ് ഇതിൽ പ്രിന്റ് ആവുന്നത്, ഗോൾഡ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഏകദേശം ഒരു 7 കളറിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൽ 7 യൂണിറ്റും നമുക്ക് പ്രിന്റ് ചെയ്യാൻ ആവശ്യമുണ്ട്. അപ്പോൾ തേർഡ് യൂണിറ്റിന് ശേഷം അടുത്ത യൂണിറ്റ് ഫോർത്ത് യൂണിറ്റിൽ സിയാൻ കളറാണ് പ്രിന്റ് ആവുന്നത്. അതിനുശേഷം മജന്ത കളറാണ് പ്രിന്റ് ആവുന്നത്. അതിനുശേഷം യെല്ലോ കളറാണ് പ്രിന്റ് ആവുന്നത്. ലാസ്റ്റ് ആയിട്ടാണ് നമുക്ക് വൈറ്റ് കളർ പ്രിന്റ് ആവുന്നത്. പ്രിന്റിംഗ് കംപ്ലീറ്റ് ആയതിനു ശേഷം അതൊരു റോളായിട്ട് മാറുന്നതാണ് ഇവിടെ. ഈ ഒരു റോള് പോകുന്നത് അടുത്ത സെക്ഷനായ ലാമിനേഷനിലേക്കാണ്. കസ്റ്റമേഴ്സിനോട് നമ്മൾ റിക്വയർമെന്റ് വരുന്ന സമയത്ത് അവർ റിക്വസ്റ്റ് ചെയ്യാറുണ്ട്, ഇതൊരു കുറച്ച് ചെറിയ ക്വാണ്ടിറ്റി ചെയ്തു തരുമോ, ഒരു 100 പീസ് അല്ലെങ്കിൽ ഒരു 200 പീസ്, 2000 പീസ്, 5000 പീസ് ചെയ്തു തരുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതൊരിക്കലും പോസിബിൾ അല്ല. നമ്മളൊരു മിനിമം ക്വാണ്ടിറ്റി നമ്മൾ എപ്പോഴും കസ്റ്റമേഴ്സിനോട് പറയാറുണ്ട്. അതിന്റെ മെയിൻ റീസൺ ഇത് തന്നെയാണ്. ഈ പ്രിന്റിംഗ് എന്ന് പറയുന്നത് ഒരു വലിയ പ്രോസസ്സാണ്. അപ്പോൾ ഇത് ഒരു മിനിമം ക്വാണ്ടിറ്റി ചെയ്തില്ലെങ്കിൽ നമുക്ക് ആ ഒരു മാർക്കറ്റ് റേറ്റിന് നമുക്ക് സപ്ലൈ ചെയ്യാൻ സാധിക്കില്ല.